1989 വജ്ര റബ്ബർ പ്രോഡക്ട്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. പക്ഷേ അതിനേക്കാളും മുന്നേ 1972 തന്നെ നമ്മുടെ ആദ്യത്തെ സംരംഭമായ സജീന്ദ്ര പോളിമർ ഇൻഡസ്ട്രീസ് 1972 അത് ആരംഭിച്ചു. എൻ്റെ അച്ഛൻ PS സജീന്ദ്രനാഥ്, അദ്ദേഹമാണ് അത് സ്ഥാപിച്ചത്. പുള്ളി ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് എഞ്ചിനീയറിംഗ് പഠിച്ചത്. ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ആയിരുന്നു പഠിച്ച വിഭാഗം. 1972 എൻ്റെ അച്ഛൻ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിരുദം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് വേറെ നമ്മുടെ നാട്ടിൽ വേറെ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക്. അപ്പോൾ എല്ലാവരും പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും പുറത്ത് കേരളം വിട്ട് അല്ലെങ്കിൽ ഇന്ത്യ വിട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോഴാണ് പുള്ളിക്കാണെങ്കിൽ നാട്ടിൽ തന്നെ നിൽക്കണം എന്നുള്ളൊരു ഭയങ്കര ഒരു അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴാണ് കൂടെ പഠിച്ചിരുന്ന ഒരു ബോംബെയിലുള്ള ഒരു കൂട്ടുകാരൻ പറയുന്നത്, നമുക്ക് നാച്ചുറൽ റബ്ബർ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഒരു ഇൻഡസ്ട്രി തുടങ്ങുകയാണെങ്കിൽ അത് ഇവിടെ തന്നെ നമുക്ക് കിട്ടും, അപ്പോൾ അത് വെച്ചിട്ട് തുടങ്ങാമെന്നുള്ളൊരു ഒരു ഇൻഡസ്ട്രി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നാട്ടിൽ നിന്ന് നിൽക്കാമല്ല. അപ്പം അങ്ങനെ റബ്ബർ ചെരുപ്പുകൾ ഉണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ആദ്യമായിട്ട് നമ്മൾ അച്ഛൻ തുടങ്ങിയത്. അത് കുറേ നാൾ നന്നായിട്ട് കൊണ്ടു നടന്നു. അപ്പോഴും അച്ഛൻ എപ്പോഴും ടെക്നിക്കലായിട്ടുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ ചെയ്യണം എന്നുള്ളൊരു അതിയായ ഒരു ആഗ്രഹമുണ്ട്. അപ്പം ചെരുപ്പ് വിട്ടിട്ട് റീത്രെഡിങ്, പണ്ടൊക്കെ നമ്മൾ ടയറുകൾ ഒരിക്കലും ഉപയോഗിച്ചെടുത്ത് കളയില്ല, പിന്നെയും അതിനെ റീത്രെഡ് ചെയ്ത് പിന്നെയും റബ്ബർ അതിലിട്ടിട്ട് പിന്നെയും അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇൻഡസ്ട്രി റീത്രെഡിങ് ഇൻഡസ്ട്രി എന്ന് പറയുക, അതിലോട്ട് പിന്നെ പോയി. അത് കുറേ നാൾ ഇതുപോലെ കൊണ്ടു കിടന്നു. അപ്പോഴും ഈ ചലഞ്ചിങ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് പിന്നെയും അതിൻ്റെ ഇപ്പോൾ വേറെ പ്രോഡക്റ്റുകളുടെ ഇതിൽ പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇസ്രോ ആയിട്ടുള്ളൊരു അസോസിയേഷനുള്ളൊരു ഭാഗ്യം കിട്ടുന്നത്. ഇസ്രോ വന്ന് നമ്മുടെ വേളിയിൽ ഒരു സൗണ്ടിങ് റോക്കറ്റ്സും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് തുടങ്ങിയ സമയം അവിടെയുള്ള ഈ എല്ലാ റോക്കറ്റ്സിലും അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള എന്ത് പുതിയ കോമ്പണൻസിലും ഈ റബ്ബർ എന്നുള്ളൊരു സാധനം നമുക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തൊരു ഇതാണ്. അപ്പോൾ നമ്മുടെ ഈ റോക്കറ്റ് ഇൻഡസ്ട്രിയിലും അല്ലെങ്കിൽ ലോഞ്ച് വെഹിക്കിൾ ഇൻഡസ്ട്രിയിലും ഇതുപോലെയുള്ള റബ്ബറിൻ്റെ നിറയെ റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പണ്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരുന്നു. ഇമ്പോർട്ട് ചെയ്ത എന്ത് കോമ്പണൻസിനും ഒരു രൂപയുടെ സാധനം 1 ലക്ഷം 10 ലക്ഷത്തിനായിരുന്നു എന്നൊക്കെ മേടിച്ചുകൊണ്ടിരുന്നു. അപ്പം നമ്മുടെ ഈ ചിലവ് ചുരുക്കിയിട്ടുള്ളൊരു ഇൻഡസ്ട്രി ചിലവ് ചുരുക്കിക്കൊണ്ടുള്ളൊരു ഇത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ റബ്ബറിൻ്റെയും ഈ സാധനങ്ങൾ ചിലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ ഇൻഡസ്ട്രീസിനെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അച്ഛനും അതിൽ വന്ന് പെട്ടുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ചെറിയ ഓറിങ്സ്, ഗ്യാസ്കറ്റ്സ് അങ്ങനെയുള്ളതൊക്കെ ചെയ്തു തുടങ്ങി. എന്നിട്ട് അത് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് അത് ചെയ്യാനായിട്ട് പറ്റിയപ്പം അവർ കൂടുതൽ ചലഞ്ചിങ് ആയിട്ടുള്ള കോമ്പണൻസ് കൊടുത്തു തുടങ്ങി. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ നിങ്ങൾ ഇതിൽ കണ്ടിട്ടുണ്ടാവും ഫ്ലെക്സീൽ എന്ന് പറഞ്ഞൊരു കോമ്പണൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോക്കറ്റിൻ്റെ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യുന്ന ഒരു യൂണിറ്റാണ്. ഇൻ ലേമൻ ലാംഗ്വേജ് യു ക്യാൻ കോൾ ഇറ്റ് ആസ് എ സ്റ്റിയറിംഗ് ഓഫ് എ റോക്കറ്റ്. അതിൻ്റെ ഒരു ഫ്ലെക്സിങ് വെച്ചിട്ടാണ് റോക്കറ്റിൻ്റെ ഗതി നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിനുള്ളൊരു ചാൻസ് കിട്ടി. അപ്പം ഇന്ത്യയിൽ നിന്ന് 100ഓളം കമ്പനികളെ അതിൻ്റെ ഒരു ഇതിനു വേണ്ടി ഇൻവൈറ്റ് ചെയ്തിരുന്നു. അവസാനം നമ്മളെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് അത് ചെയ്യാനായിട്ട്. പക്ഷെ ആ സമയത്ത് നമുക്ക് ഇവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ചെറിയൊരു കമ്പനിയായിരുന്നു. പക്ഷേ നമ്മുടെ ടെക്നിക്കൽ ആ ഒരു ആക്യുമിൻ കണ്ട് അവർക്ക് മനസ്സിലാക്കിയവർ നമുക്ക് ആ ഒരു പ്രോജക്റ്റ് ഈവൻ ഔട്ട് ഓഫ് ദ വേ നമുക്ക് തരുമായിരുന്നു. അതിനുള്ള ഈവൻ ക്യാപിറ്റൽ ഫണ്ടിങ് പോലും ഇസ്രോ ചെയ്തുകൊണ്ട് നമ്മളെ ഹാൻഡിൽ ചെയ്തിട്ട് നമുക്ക് ആ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് അവർ ഇസ്രോ തന്നെ ഇവിടെ നടത്തി നമുക്ക് അതിലോട്ട് വരാനായിട്ടുള്ളൊരു ചാൻസ് ഒരുക്കിത്തും. അങ്ങനെയാണ് ഈ ഒരു ആദ്യമായിട്ട് ഫ്ലെക്സീൽ എന്നുള്ളൊരു കോമ്പണൻറ്റ് നമ്മൾ ഇസ്രോയ്ക്ക് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള, അതിനേക്കാളും വേറെ പല സ്മോളർ കോമ്പണൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഫ്ലെക്സീൽ വാസ് എ ലാൻഡ് മാർക്ക് ഇൻ വജ്രാസ്. വജ്രയിൽ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നത് കസ്റ്റമറുടെ സ്പെസിഫിക് റിക്വയർമെൻറ്റ് എന്താണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം, അപ്പോൾ അതിൽ പ്രോഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള പ്രോപ്പർട്ടീസ് മീറ്റ് ചെയ്യുന്ന റോ മെറ്റീരിയൽ സെലക്ഷനാണ് ഫസ്റ്റ് പ്രോസസ്സ്. അപ്പോൾ അതിന് നമുക്ക് ഇൻഹൗസ് R&D ലാബ് ഉണ്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ലാബ്. അവിടെ അവർ അതിന് വേണ്ടിയിട്ടുള്ള റെസിപ്പി, അതാണ് ഇതിൽ ക്രിട്ടിക്കലായിട്ടുള്ളൊരു പ്രോസസ്സ്. നമ്മുടെ റബ്ബറിൻ്റെ കോമ്പൗണ്ട് നമ്മൾ മിക്സ് ചെയ്യുന്നു. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് ചെറിയൊരു റബ്ബറിൻ്റെ ഒരു കോമ്പൗണ്ട് കൊണ്ടുവന്ന് റിയോ പ്രോപ്പർട്ടി ചെക്ക് ചെയ്യുന്നു. അതിൻ്റെ
ഇതില് ഈ റിയോമീറ്ററിൽ 2 ഡൈ ഉണ്ട്. ഈ 2 ഡൈ മൂവിങ് ഡൈ റിയോമീറ്റർ ആണ്. രണ്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡൈകളാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഇത്ര ടൈം വെക്കുന്നു. ഇത് CMM ആണ്, കോർഡിനേറ്റ് മെഷറിംഗ് മെഷീൻ. ഇത് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റൊക്കെ ടെസ്റ്റ് ചെയ്യാനും. പിന്നെ അത് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി വെർണിയർ ഹൈറ്റ് ഗേജ് ഒക്കെ വെച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്യാം. പക്ഷേ അതിലും ആക്യുറസി ആയിട്ട് നമുക്ക് CMM ടെസ്റ്റ് ചെയ്യാൻ പറ്റും. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളുടെ ഇൻസ്പെക്ഷൻ ചെയ്യാൻ പറ്റും. പിന്നെ ഈ മോൾഡിൻ്റെ ഒക്കെ ഇൻസെർട്ടുകളായാലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏരിയകൾ, പിന്നെ പ്രൊഫൈൽസ്, നമുക്കിപ്പം മാനുവലി ആയിട്ട് വെർണിയർ ഹൈറ്റ് ഗേജ് വെച്ച് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇതിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആക്യുറേറ്റ് ആയിട്ട് നമുക്കത് മെഷർമെൻറ്റ് കിട്ടും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. റെസിപ്പി പ്രിപ്പയർ ചെയ്തതിന് ശേഷം ആ റെസിപ്പിക്ക് വേണ്ട അനുസരിച്ചിട്ടുള്ള റോ മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുക. ആ റോ മെറ്റീരിയൽ സെലക്ട് ചെയ്തതിന് ശേഷം അത് മിക്സ് ചെയ്യുന്ന പ്രോസസ്സാണ് ഓപ്പറേഷൻ്റെ ഫസ്റ്റ് പ്രോസസ്സ്. ഒരു റബ്ബർ പ്രോഡക്ട്സ് മോൾഡ് ചെയ്തെടുക്കുന്നതിൽ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നതാണ് മിക്സിങ്. മിക്സിങ്ങിന് നമ്മൾ കൺവെൻഷണൽ മെത്തേഡിൽ നീഡർ മിക്സ് എന്നുള്ള ഒരു മെഷീൻ ഉപയോഗിക്കും. പിന്നെ 2 റോൾ മിക്സിംഗ് മില്ല് ഉപയോഗിക്കും. മിക്സ് ചെയ്ത കോമ്പൗണ്ട് ടെസ്റ്റ് ചെയ്ത് ക്വാളിഫൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ആ പ്രോഡക്റ്റ് നെക്സ്റ്റ് പ്രോസസ്സായ മോൾഡിങ്ങിലേക്ക് പോകുന്നു. ആ മോൾഡിങ്ങിനാണ് നമുക്ക് ഇതുപോലെയുള്ള കംപ്രഷൻ മോൾഡിങ് മെഷീൻസ്, ട്രാൻസ്ഫർ മോൾഡിങ് മെഷീൻസ്, ഇഞ്ചക്ഷൻ മോൾഡിങ്, വെറൈറ്റി ഓഫ് മോൾഡിങ് മെഷീൻസ് നമുക്ക് അവൈലബിൾ. അപ്പോൾ ആ മെഷീൻ തീരുമാനിച്ചതിന് ശേഷം അതിലാണ് മോൾഡ് ചെയ്തെടുക്കുന്നത്. മോൾഡ് ചെയ്യുന്നതിൽ പ്രോസസ് കൺട്രോൾ പാരാമീറ്റേഴ്സാണ് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം. ആ പ്രോസസ്സ് കൺട്രോൾ ചെയ്യുന്നത് പ്രഷർ, ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ടൈം. ഈ 3 കാര്യങ്ങൾ നമ്മൾ ഡിറ്റർമൈൻ ചെയ്തതിന് ശേഷമാണ് ഈ മോൾഡിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ മോൾഡ് ചെയ്തെടുത്ത പ്രോഡക്റ്റിൽ പിന്നെ ഇതിൽ എക്സസ് നിൽക്കുന്ന, ഇപ്പോൾ ഞങ്ങളുടെ ടെർമിനോളജി പറഞ്ഞ ഫ്ലാഷ് എന്ന് പറയും. ഈ ഫ്ലാഷ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് 3rd പ്രോസസ്സ്. അതെന്ന് പറഞ്ഞാൽ സെക്കൻഡറി ഓപ്പറേഷൻസ്. ഇവിടെ നമ്മൾ ഫിനിഷിങ്, ഗ്രൈൻഡിങ്, ട്രിമ്മിങ് പോലുള്ള ഓപ്പറേഷൻസ് ആണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനൽ പ്രോഡക്റ്റായി. നമ്മൾ മോൾഡ് ചെയ്ത പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മളുടെ പ്രോസസ്സ്. ഇവിടെ നമ്മൾ വജ്രയിൽ ത്രൂ ഔട്ട് ദ പ്രോസസ് ക്വാളിറ്റി അഷുറൻസ് എന്നുള്ള പ്രോഗ്രാമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ISO 9001 പോലുള്ള ബേസിക് ഒരു സ്റ്റാൻഡേർഡിന് കൂടാതെ IATF 16949 എന്നുള്ളൊരു സ്റ്റാൻഡേർഡും ഞങ്ങളിവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. അത് പ്രകാരം പ്രോഡക്റ്റിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിനാണ് ഞങ്ങളുടെ ഈ ലാബ് മെയിനായിട്ട്. പ്രോഡക്റ്റിൻ്റെ നമ്മൾ ഇനീഷ്യൽ പ്രോസസ്സ് പറഞ്ഞ മിക്സിങ്ങിന് ശേഷം ആ കോമ്പൗണ്ടിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ടെസ്റ്റ് ചെയ്യുന്ന ലാബാണ് ഇവിടെ. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൽ ഇപ്പോൾ റബ്ബറിന് സാധാരണ പറയുക ടെൻസൈൽ, ഇലോങ്ങേഷൻ, അബറേഷൻ, ഇങ്ങനെയുള്ള കുറേ പ്രോപ്പർട്ടീസ് ടെസ്റ്റ് ചെയ്ത് അത് കസ്റ്റമർ പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റിൻ്റെ സ്റ്റാൻഡേർഡുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വെരിഫൈ ചെയ്യുന്ന സ്ഥലമാണ് ഇത്. പിന്നെ അതുകൂടാതെ ഞങ്ങളുടെ ഈ ക്വാളിറ്റി അഷുറൻസിൽ ക്വാളിറ്റി എൻജിനീയേഴ്സിൻ്റെ മേജർ ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻകമ്മിങ് മെറ്റീരിയൽസിൻ്റെ ഇൻസ്പെക്ഷൻ, അതേപോലെ ഫസ്റ്റ് ആർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ, അതായത് നമ്മളൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് പീസിൻ്റെ ഡൈമെൻഷൻസ് ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് കൺഫേം ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഫൈനൽ ഇൻസ്പെക്ഷൻ ചെയ്യുക. ഫൈനൽ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പിളിംഗ് പ്ലാൻ പ്രകാരം ആ പ്രോഡക്റ്റിൻ്റെ ലോട്ട് ക്ലിയർ ചെയ്യുന്നതിനാണ് ഫൈനൽ ഇൻസ്പെക്ഷൻ. അതും ബേസ്ഡ് ഓൺ ഡയമെൻഷണൽ ഇൻസ്പെക്ഷൻ ആസ് വെൽ ആസ് ഫിസിക്കൽ പ്രോപ്പർട്ടി ടെസ്റ്റ്. പിന്നെ അതുകൂടാതെ നമ്മൾ ത്രൂ ഔട്ട് ദ പ്രോസസ്സ് നമ്മൾ ഇൻ പ്രോസസ് ഇൻസ്പെക്ഷനും ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രോസസ് കൺട്രോൾ പാരാമീറ്റേഴ്സ് മോൾഡ് ചെയ്യുന്ന ഓപ്പറേറ്റർ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് ഇൻ പ്രോസസ് ഇൻസ്പെക്ഷൻ. അതും ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സാണ്. ഈ പ്രോഡക്റ്റ് നമ്മളുടെ ഫ്ലെക്സിയിൽ മിസൈൽസിന് ഉപയോഗിക്കുന്നതാണ്. മിസൈൽസ് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഡിഫൻസ് ഓർഗനൈസേഷനായുള്ള ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള അഡ്വാൻസ് സിസ്റ്റം ലാബ്, ഇവർക്ക് വേണ്ടി നമ്മളൊരു 10-33 തരത്തിലുള്ള മിസൈൽസിൻ്റെ ഫ്ലെക്സീൽസ്, അതായത് ഡിറക്ഷൻ കൺട്രോൾ എക്യുപ്മെൻ്റ് ആണ്.
അതായത് ഒരു ലേമാൻ ആംഗിളിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ഓഫ് ദ മിസൈൽ അത് മാനുഫാക്ചർ ചെയ്യുന്നത് വജ്രയിലാണ്. ഒരു 33-ൽ പരം മിസൈൽസ് വേരിയസ് സൈസസ് ഡയമെൻഷൻസ് ഉള്ള മിസൈൽസ് ഫ്ലെക്സീൽസ് ഇവിടെ മാനുഫാക്ചർ ചെയ്യും. നമ്മൾ നേരത്തെ ഒരു അബ്ലേറ്റീവ് ടൈലിനെ കുറിച്ച് പറഞ്ഞു. കൽപ്പന ചൗളയുടെ ആ ഒരു മിഷനും ഇപ്പം ഇനി നമ്മൾ വരാൻ പോണ ഗഗൻയാൻ മിഷനൊക്കെ ഫ്ലൈ ചെയ്യാൻ പോണ നമ്മുടെ ഇൻകമ്മിങ് സ്പേസിൽ പോയിട്ട് തിരിച്ചു വരുന്ന ആ ഒരു മൊഡ്യൂളിൻ്റെ പുറത്ത് വെച്ച് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണ ആ ഒരു സിറാമിക് ടൈൽ അല്ലെങ്കിൽ അബ്ലേറ്റീവ് ടൈൽ എന്ന് പറയും. അതാണിത്. ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണിത്. കാണുമ്പോൾ ഇത്ര വലിയ ഇതൊക്കെ ആണെങ്കിലും ഇത് വെള്ളത്തിനേക്കാളും ഡെൻസിറ്റി കുറവാണ്. 1/3 ഓഫ് വാട്ടേഴ്സ് ഡെൻസിറ്റിയാണ് ഇതിനുള്ളത്. ലൈറ്റ് വെയിറ്റ്. ഇത് 2000 ഡിഗ്രി വിത്ത്സ്റ്റാൻഡ് ചെയ്യും, ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അപ്പം വേറെ ഒരു മെറ്റലിനും നമ്മുടെ ഇത്രയും ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് വെച്ച് കവർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മെറ്റലിനൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടും. അങ്ങനെയാണ് അവർക്ക് ആ ഒരു വരുമ്പോഴുള്ള ഫ്രിക്ഷനെ അതിജീവിച്ച് നമ്മുടെ ആസ്ട്രോനോട്ട്സിനെ സേഫായിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതും വജ്ര ഉണ്ടാക്കി എന്നുള്ളത് പറയാനായിട്ട് എല്ലാവർക്കും അഭിമാനിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത ഗഗൻയാൻ മിഷനിൽ അവർ സേഫായിട്ട് തിരിച്ചു വരുമ്പോൾ അതിൽ വജ്രയുടെ ഒരു കോൺട്രിബ്യൂഷൻ വളരെ വലുതായിരിക്കും. വേറൊരു കാര്യം പറയാനുള്ളത്, ഈ റബ്ബർ ഇൻഡസ്ട്രിക്ക് നല്ലൊരു ഭാവിയുണ്ട്. ഇപ്പോൾ നമ്മൾ ഇത്രയും പല രാജ്യങ്ങളിലും ഒക്കെ ട്രാവൽ ചെയ്ത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് പറയുന്നത് ഇനി ഈ റബ്ബർ ഇൻഡസ്ട്രിയിലോട്ട് എൻ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ക്രൗഡിന് വേണ്ടിയിട്ടാണ്, യങ് ആയിട്ടുള്ള എൻ്റർപ്രണേഴ്സിന് വേണ്ടിയിട്ട്. റബ്ബർ ഇൻഡസ്ട്രി എന്നും ഒരു അടുത്ത ഒരു 50 വർഷത്തേക്ക് ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു ഇൻഡസ്ട്രിയാണ്. കാരണം ഈ പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ അമേരിക്കയും യൂറോപ്പിലൊക്കെ ആർക്കും ഈ പറഞ്ഞ ഇത്രയും കരിയും ഇതിൻ്റെ ഉള്ളിലൊന്നും വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്ഥിതി കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് എല്ലാവർക്കും വൈറ്റ് കോളർ ജോബിലേക്കൊക്കെയാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ റബ്ബർ പോലെ ഇത്രയും കുറച്ച് ബുദ്ധിമുട്ട് ചെയ്യേണ്ട കാര്യങ്ങളിൽ അവർ പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുക. പല ഇൻഡസ്ട്രീസും അവിടെ പൂട്ടുകയാണ്. ഞങ്ങൾ ട്രാവൽ ചെയ്തിട്ടുള്ള പല രാജ്യങ്ങളിലും അങ്ങനെ പൂട്ടി വരുന്നതും അവരുടെ നിന്നുള്ള സാധനങ്ങളെ നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു സിനാരിയാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും ഒരു അടുത്ത 50 വർഷത്തേക്ക് ഈ ഇൻഡസ്ട്രി എല്ലാം ലോ കോസ്റ്റ് കൺട്രീസ് ആയിട്ടുള്ളവിടേക്ക് വരും. അതിൽ ഇന്ത്യ ടെക്നിക്കലിയും സുപ്പീരിയർ ആയതുകൊണ്ട് ഇന്ത്യക്ക് അതിൽ കിട്ടാവുന്ന ഒരു മേജർ ചങ്ക് ഇന്ത്യയിലോട്ട് വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പം നിങ്ങളെല്ലാം ആ ഒരു ഓപ്പർച്യൂണിറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഇതിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും സക്സസ് ഉറപ്പാണ്. സോഫ്റ്റ്വെയർ മാത്രമല്ല ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്നത്, ഈ പറഞ്ഞ ഹാർഡ്വെയർ കുറച്ച് കറുപ്പായിട്ടുള്ള സംഭവങ്ങളും നമുക്ക് ചെയ്യാം. കുറച്ച് പൊടിയും ഇതെല്ലാം കൂടുതലുണ്ടാവും, പക്ഷെ എന്നാലും അതിൻ്റെ ഉള്ളിൽ നമുക്ക് പൊന്നു വിളയിക്കാന്നുള്ളത് ഉറപ്പാണ്. വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇപ്പോൾ വജ്രയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഞങ്ങൾ ഇനി അടുത്ത ഒരു 3 വർഷത്തിൽ വരാൻ പോണത് ഒരു എക്സ്പെൻഷണൽ ഗ്രോത്താണ് വരാൻ പോണത്. യങ് ആയിട്ടുള്ള എൻജിനീയേഴ്സ് മാത്രമല്ല, എന്ത് ഇതിലും പഠിച്ചിട്ടുള്ളവർക്ക് ഇതിൽ വർക്ക് ചെയ്യാനായിട്ട് ആ ഒരു ആപ്റ്റിറ്റ്യൂഡ് കാണിക്കുന്ന ഏത് സ്ട്രീമിലുള്ള ആൾക്കാർക്കും ഇവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇവിടെ വന്നാൽ നമ്മൾ ട്രെയിൻ ചെയ്ത് അവരെ ആ ഒരു പൊട്ടൻഷ്യൽ അവർക്ക് തെളിയിക്കാനുള്ള ഒരു ചാൻസ് കിട്ടും. ചെറിയ ഇതിൽ നിന്ന് തന്നെ നമ്മുടെ ഇവിടെ നിന്നുള്ള ട്രെയിനിങ് കഴിഞ്ഞ് പോണവർക്ക്, അല്ലെങ്കിൽ ഇവിടെ ഒരു 3-4 വർഷം വർക്ക് ചെയ്ത് പോണവർക്ക് ഒരു PhD എടുത്ത ഇതിലുള്ള അത്രയും എക്സ്പീരിയൻസ് കിട്ടും. അല്ലെങ്കിൽ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളത്, ഒരാൾ പുതിയതാണ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും അതിനൊരു കുഴപ്പമൊന്നുമില്ല. അവർക്ക് ഡേ 1 തന്നെ ആയിരിക്കും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അപ്പോൾ യങ് ആയിട്ടുള്ള എൻജിനീയേഴ്സും ബാക്കി സ്ട്രീമിലുള്ള ആൾക്കാർക്കും എല്ലാവർക്കും ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇവിടെ ഓഫർ ചെയ്യാം. നമ്മുടെ വജ്ര ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ വജ്ര റബ്ബർ പ്രോഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആൻഡ് VR കോമ്പോസിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഈ 2 കമ്പനികൾ ചേർന്നിട്ടാണ് വജ്ര ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എടുത്തു പറയേണ്ട ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത്, ഞങ്ങളെ സംബന്ധിച്ചോളം കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് പുതുതായിട്ട് കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമാണ് മിഷൻ 1000. മിഷൻ 1000 എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ 1000-ഓളം MSME യൂണിറ്റുകളെ കേരള സ്റ്റേറ്റിലുള്ള 1000-ഓളം യൂണിറ്റുകളിലെ ആവറേജ് ടേൺ ഓവർ 100 കോടിയുടെ മുകളിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ്. ഇപ്പോൾ ഇതുവരെ കണക്കുകൾ അനുസരിച്ച് ഏകദേശം 60-ഓളം യൂണിറ്റുകളെ നമ്മുടെ കേരളത്തിൽ സെലക്ട് ചെയ്തിട്ടുള്ളൂ. അതിൽ തന്നെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ നമ്മളാണ് ആദ്യമായിട്ട് സെലക്ട് ചെയ്ത 2 കമ്പനികൾ. ഇപ്പോൾ വജ്രയെ സംബന്ധിച്ചോളം ഞങ്ങൾ വിഭാവനം ചെയ്യുന്ന ഫ്യൂച്ചർ പ്ലാനുകൾ എന്ന് പറഞ്ഞാൽ 2027 ഞങ്ങൾ ഒരു IPOന് പോകണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ടുള്ള പോകുന്നത്. അതാണ് അൾട്ടിമേറ്റ് ആയിട്ട് ഒരു ഷെയർ ഹോൾഡേഴ്സിൻ്റെ
ഒരു റിട്ടേൺ എന്ന് പറയുന്നത്. ഞങ്ങളുടെ കമ്പനിയിൽ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്റ്റുകളിൽ ഒരു 40% മാത്രമാണ് ഇന്ത്യയിൽ വിൽക്കപ്പെടുന്നത്, ഡൊമസ്റ്റിക് മാർക്കറ്റ്. അതിൽ തന്നെ മെയിനായിട്ട് പോകുന്നത് ISROന് പോകുന്ന, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന് വേണ്ടി പോകുന്ന ഫ്ലെക്സീൽസ് പോലുള്ള പ്രോഡക്റ്റുകൾ. അതുകൂടാതെ ഡിഫെൻസിന് വേണ്ടി ഒരു 33% പ്രോഡക്റ്റ് ലൈൻ ഞങ്ങൾ കൊടുക്കുന്നത് ഡിഫെൻസിനുമാണ്. അതിൽ തന്നെ നേവിക്കാണ് ഏറ്റവും കൂടുതൽ പ്രോഡക്ട്സുകൾ പോകുന്ന, സബ്മറൈനിൻ്റെ പാർട്സുകളായിട്ട്. അത് തന്നെ ഒരു 100-150 കമ്പോണൻസുകളുണ്ട് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഈ നമ്മുടെ ടോട്ടൽ ടേൺ ഓവറിൻ്റെ 40% ഡൊമസ്റ്റിക് മാർക്കറ്റിലും ബാക്കി 60% എക്സ്പോർട്ട് മാർക്കറ്റിലാണ്. ഈ എക്സ്പോർട്ട് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിലേറ്റവും പ്രിഡോമിനൻ്റ് ആയിട്ടുള്ളൊരു മാർക്കറ്റ് നോർത്ത് അമേരിക്ക ആണ്. നോർത്ത് അമേരിക്കയിൽ ഓൾമോസ്റ്റ് മേജറായിട്ടുള്ള എല്ലാ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രികൾക്കും നമ്മുടെ പ്രോഡക്ട്സ് പോകുന്നുണ്ട്. അപ്പോൾ അതുകൂടാതെ 20 രാജ്യങ്ങളിലേക്കും നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നോർത്ത് അമേരിക്ക അതുപോലുള്ള പുറത്തുള്ള എക്സ്പോർട്ട് പ്രോഡക്റ്റുകളിൽ ഓയിൽ ആൻഡ് ഗ്യാസ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ടേൺ ഓവർ തരുന്നത് ഓട്ടോമൊബൈൽ കമ്പോണൻസ് ആണ്. അത് കഴിഞ്ഞാൽ ഫ്ലോ കൺട്രോൾസ് പോലുള്ള വാൽ സീറ്റുകൾ, ഇതുപോലുള്ള പ്രോഡക്റ്റ് ലൈനുകളും നമുക്ക്. വജ്ര 1989 തുടങ്ങുമ്പോൾ നമ്മൾ വെറും 30 പേരുമായിട്ടാണ് തുടങ്ങിയത്. പക്ഷെ ഇപ്പോൾ നമ്മൾ ഏകദേശം 350 പേർക്ക് ഡയറക്റ്റായിട്ടും ഒരു 100-150 പേർക്ക് ഇൻഡയറക്റ്റ് ആയിട്ടും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതിൽ വേറൊരു ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു കാര്യം, മോർ ദാൻ 50% വിമനാണ് ഇവിടെ, ലേഡീസാണ് വർക്ക് ചെയ്യുന്നത്. അത് അച്ഛൻ്റെ പണ്ടത്തേ ഉള്ളൊരു ഇതായിരുന്നു, ലേഡീസിനെ എംപവർ ചെയ്യണം എന്നുള്ളത്. 2015 വജ്രയുടെ ഒരു പുതിയൊരു കമ്പനിയുടെ ഒരു ഉദ്ഘാടനം നടന്നത്. ആ ഒരു ഘട്ടത്തിൽ ഞങ്ങളുടെ ഒരു പുതിയൊരു യൂണിറ്റ് ഇപ്പോൾ ഞങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, മീൻസ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. സ്പെഷ്യലായിട്ടുള്ള റബ്ബർ മിക്സിങ്ങും പുതിയൊരു മോൾഡിംഗ് ഫെസിലിറ്റിയൊക്കെ. ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു ദിവസം 4 to 5 tons ഓഫ് റബ്ബർ മാനുഫാക്ചർ ചെയ്യാനാണ്. ഞങ്ങളിപ്പോൾ ഒരു പുതിയൊരു ഓൾ ഓട്ടോമാറ്റിക് ഫുള്ളി ഓട്ടോമൈസ്ഡ് ഒരു ജർമ്മൻ മെഷീൻസ് വെച്ചിട്ടൊരു പുതിയൊരു പ്ലാന്റ് വരുന്നുണ്ട്. അതിൻ്റെ കപ്പാസിറ്റി 22 ടൺ റബ്ബർ ഉൽപ്പാദിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം, അതിൽ ഈ റോക്കറ്റ് മോട്ടർ ലൈനിങ്ങിനുള്ള റബ്ബറുകളും അതെല്ലാം നമുക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് സോമനാഥ് സാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അടുത്ത മാർച്ചിലായിരിക്കും അതിൻ്റെ ഉദ്ഘാടനം. അപ്പോൾ അതും ഈ വേളയിൽ അത് പറയുന്നു.